ഒരു ഭരണ തുടർച്ച നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ഇടതുമുന്നണി ക്യാമ്പ്. പക്ഷേ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആണ് ഈ വലിയ പോളിംഗിലൂടെ പ്രതിഫലിക്കാൻ പോകുന്നതെന്നും സ്ത്രീകൾ ഒന്നാകെ എത്തി വോട്ട് ചെയ്തത് UDF അധികാരത്തിലേറ്റാനാണെന്നും മതേതര കേരളത്തെ നിലനിർത്താൻ UDF കഴിയൂ, അതുകൊണ്ട് മതേതര വോട്ടുകൾ ഒന്നാകെ UDF ലഭിക്കും എന്നുമാണ് UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം. NDA ആകട്ടെ ഒരു 18% വോട്ട് ഉയർത്തി 3 മുതൽ 4 വരെ സീറ്റുകൾ നേടാൻ കഴിയും എന്ന പ്രതീക്ഷയിലും. താങ്കൾ ഈ കണക്കുകൂട്ടലുകളെ എങ്ങനെ വിലയിരുത്തും? അല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമ ചർച്ചകളിൽ പൊതുവെ ഉയർന്നു വരുന്നൊരു വിഷയം പോളിംഗ് വളരെയധികം കൂടി എന്നുള്ളതാണ്. ആ പറയുന്ന പ്രയോഗം അതുതന്നെ തെറ്റായിട്ടാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം SIRന് ശേഷം നോക്കൂ, SIRനകത്ത് 100 അല്ലെങ്കിൽ 1 ലക്ഷം വോട്ടർ പട്ടികയ്ക്കകത്ത് 1 ലക്ഷം ഉണ്ടായിരുന്നു. അതിൽ 20,000 പോയി എങ്കിൽ ബാക്കി 80,000 ഉള്ളൂ. അപ്പം നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്ന പെർസെൻറ്റേജിൻ്റെ ഡിനോമിനേറ്റർ മാറി. ആ ഡിനോമിനേറ്റർ മാറിയപ്പം കഴിഞ്ഞ പെർസെൻറ്റേജിനെയും ഈ വർഷത്തെ പെർസെൻറ്റേജും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്, ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാതെ കമ്പയർ ചെയ്താൽ തന്നെ ഈ സാധനം ഫോൾസായി പോയി. ആ അനാലിസിസ് തന്നെ തെറ്റാണ്. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കാണുന്നൊരു കാര്യം 5% ഹൈക്കുണ്ടായി, 6% ഹൈക്കുണ്ടായി. ആ ഹൈക്ക് ഈ പറയുന്ന ജനങ്ങൾ ഇറങ്ങി വന്നെന്ന് പ്രതിഷേധം തീർത്തതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ വരുന്നുണ്ട്. അതൊരു ശരിയായ ഒബ്സർവേഷൻ അല്ല. നോക്കൂ, കേരളത്തിൽ പല സ്ഥലത്തും പെർസെൻറ്റേജ് കൂടിയപ്പോഴും വോട്ടിൻ്റെ ടോട്ടൽ ഗ്രോസ് നമ്പർ കുറഞ്ഞിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഉദാഹരണം ആറന്മുള. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആറന്മുളയിൽ 7,000 വോട്ടോ മറ്റോ കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്തതിനെക്കാട്ടിലും കുറവാണ് പോൾ ചെയ്തിരിക്കുന്നേ. തിരുവല്ലയിൽ കുറവാണ് പോൾ, പത്തനംതിട്ട ഇതേ പൊതുവെ കുറവാണ് പോൾ ചെയ്തിരിക്കുന്നേ. അപ്പം ഈ പറയുന്ന കാര്യം നമ്മൾ എടുക്കാതെ പോളിംഗ് പെർസെൻറ്റേജ് കൂടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മറ്റൊരു നമ്പറിനെ കണക്ട് ചെയ്ത് നിൽക്കുന്നതല്ലേ പെർസെൻറ്റേജ്. അപ്പം മറ്റേ നമ്പറിന് മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ പെർസെൻറ്റേജിന് മാറ്റം ഉണ്ടാകത്തില്ലേ? ഈ പറയുന്ന ഈ ബേസിക് കാര്യം നമ്മൾ മാധ്യമങ്ങൾ അത് പറയുന്നില്ല എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതാണെങ്കിലും UDF അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഹൈക്ക് ഉണ്ടായി എന്നുള്ള രീതിയിലാണ്. ഒരു നെഗ്ലിജിബിൾ ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്, അതല്ലാതെ വലിയ രീതിയിൽ ഹൈക്ക് ഉണ്ടായിട്ടില്ല. അതും മണ്ഡലം വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പറയാനേ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള ഈ കോൺഫിഡൻസ്, അത് എല്ലാ പാർട്ടിക്കാർക്കും കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് രാജു P. നായർക്കോ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ റെജിക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ ഒരു വിശ്വാസം, ഒരു വലിയ വേവ് ഈ പറയുന്ന രീതിയിൽ CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ എതിരെ അടിച്ചില്ല എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം പോകാൻ പോകുന്നില്ല. ഇത് ഒരു സംശയവുമില്ല കാര്യം. അതുകൊണ്ടാണ് അവർ വേവ് ഉണ്ട് എന്ന് അപ്പുറത്തു നിന്ന് ഒരു ഒബ്സർവേഷൻ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. വേവ് സംസ്ഥാനം മൊത്തം അടിക്കുകയും വേണം. മൊത്തം സംസ്ഥാനത്ത് അടിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ LDF-ൻ്റെ ഭരണം പോകാനുള്ള സാധ്യതയുള്ളൂ. കാര്യം 98 നിലമ്പൂർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ 98 എന്ന് പറയുന്ന നമ്പർ 71-ൽ താഴെയാകണം, അല്ലെങ്കിൽ 70-ൽ താഴെയാകണം. അതൊരു ഈസി ഗോ അല്ല. ഉള്ള കാര്യം ഉള്ളപോലെ പറയണമല്ലോ. അപ്പം ഈ പറയുന്ന കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് UDF-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ ഈ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത് സത്യത്തിൽ ആൾക്കാർ ഇറങ്ങി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രകടമായി ആൾക്കാർ ഇറങ്ങി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ വോട്ടുകൾ പുറത്തു വരാൻ ഞാൻ എന്നറിയോ, ഇതേ രീതിയിൽ നമുക്ക് ആ ഇംപ്രഷൻ തോന്നാഞ്ഞത് ഒരുപാട് പ്രായമായ ആൾക്കാർക്ക് വീട്ടിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഒരുപാട് വോട്ടുകൾ വീടുകളിലാണ് ചെയ്തിട്ടുള്ളത്. കോവിഡ് കാലമായതുകൊണ്ട് പ്രായമായവർക്കെല്ലാം വീടുകളിലേക്ക് ചെല്ലാൻ ഒരു അവസരം ഉണ്ടായി. ആ ഗ്രോസ് നമ്പറിൽ നിന്ന് വ്യത്യാസമില്ല. അപ്പോൾ ഈ പ്രാവശ്യം കാണുന്ന ആൾക്കാർ കൂടുതലായി ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് ഇറങ്ങി വന്നതേ ഉള്ളൂ. വോട്ടിൻ്റെ എണ്ണത്തിൽ ക്രമാതീതമായ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കണക്ക് അങ്ങനെയാണ്. അല്ല, പിന്നെ താങ്കൾ പറഞ്ഞ ഭാഗത്തിനോട് ഞാൻ യോജിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അതിന്റെ ഡിനോമിനേറ്റർ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് നമ്മൾ ആ നിലയിൽ അതൊരു എക്സാജറേറ്റഡ് വേർഷനെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നത് ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ശ്രീ ലാൽകുമാർ, നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പോളിംഗ് കുറഞ്ഞു പോകുന്ന ഇപ്പോൾ ചില സമയങ്ങളുണ്ട്. ഇപ്പോൾ ഉച്ച സമയം, അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിന് തൊട്ട് മുമ്പുള്ള സമയം, കനത്ത വെയിലുള്ള സമയം, പ്രതികൂല കാലാവസ്ഥയുള്ള സമയം, അവിടെയൊക്കെ പോളിംഗ് മന്ദഗതിയിലായി മാറുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനൊരു സമയം ഉണ്ടായിട്ടേ ഇല്ല.
എല്ലാ സമയത്തും പോളിംഗ് സ്റ്റേഷനുകളിൽ ആളുകളുടെ ബാഹുല്യമുണ്ടായിരുന്നു, അവർ കാത്തുനിന്ന് വോട്ട് ചെയ്യുന്ന പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു തീരുമാനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാൻ താങ്കൾ തയ്യാറാകുമോ? സാധാരണ നിലയിൽ ആളുകൾ നിശ്ചയിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഭരണത്തെ നിലനിർത്താനായിരിക്കില്ല, ഭരണത്തെ മാറ്റാനായിരിക്കും എന്നതാണല്ലോ ഒരു സാമാന്യ യുക്തി. അതുകൊണ്ടാണ് ഞാൻ ആ നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, നേരത്തെ പറഞ്ഞ കാര്യവുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കേണ്ട ഒരു വിഷയമാണിത്. ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ അനാലിസിസ് നടത്തിയാൽ മതി. ഗോപികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ വോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയവും ഒരു 70 വയസ്സുകാരനോ 75 വയസ്സുകാരനോ വോട്ട് ചെയ്യാൻ എടുക്കുന്ന സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാര്യം മൊബിലിറ്റിയിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കോവിഡ് കാലത്ത് അകത്ത് കയറിയിരിക്കേണ്ട ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങി വന്ന് ഈ പ്രാവശ്യം വെളിയിലിറങ്ങി വോട്ട് ചെയ്യേണ്ടി വന്നു. മറ്റേത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല. ഇതൊരു വലിയ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്ക് ആർക്കും വീട്ടിലേക്ക് ഈ പറയുന്ന ബാലറ്റ് ചെന്നിട്ടില്ല. അവർ വന്ന് വോട്ട് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞാൽ മന്ദഗതിയിൽ എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മന്ദഗതിയുണ്ട്, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആൾക്കാർ പ്രായമുള്ളവർ രാവിലെ വോട്ട് ചെയ്യും. ഈ പ്രാവശ്യം സംഭവിച്ച വ്യത്യസ്തമായ ഒരു കാര്യം, SIR-മായി കണക്ട് ചെയ്ത് വോട്ട് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെടുത്തി ഒരു വലിയ കണക്ഷൻ, ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേര് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്നിരിക്കട്ടെ, ഉദാഹരണം എൻ്റെ തിരിച്ചുള്ള ഒബ്സർവേഷൻ, പ്രായമുള്ള ആൾക്കാർ വോട്ട് ചെയ്ത് വരുന്നതിനോട് ഞാൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നിൽക്കുമ്പം CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തോട് സംസാരിച്ചും അവർ ഹാപ്പിയാണ്. കാരണം എന്താ, പ്രായമുള്ള ആൾക്കാർ, നല്ല ശതമാനം ആൾക്കാർ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരാണ്. അവർ വരട്ടെ, വോട്ട് ചെയ്യട്ടെ, കാര്യം അവരുടെ വോട്ട് നഷ്ടപ്പെടുന്നില്ലല്ലോ എന്നുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഒരാൾക്കാർ കുറേ പേര് ഇറങ്ങി വരുമ്പം അത് വലിയൊരു വികാരമാണ്, നമുക്ക് അനുകൂലമായ വികാരം ആയിക്കൂടെ? അതെന്നെ അങ്ങനെ കാണാത്തെ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനത് ഈ പറയുന്ന തിരിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു വേവ് അടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഏത് പാർട്ടിക്കാണെങ്കിലും വേവ് അടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. വേവ് അല്ലാതെ ഒരു നോർമൽ ഇലക്ഷനാണ് എങ്കിൽ ഒരു കാരണവശാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നമ്പേഴ്സ് ഇൻടാക്റ്റ് ആണ്. അത് UDF-നും അറിയാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് 100-ൽ മേളിൽ സീറ്റ് കിട്ടും, അത് വേവ് ഉണ്ട് എന്ന് പറയാനായിട്ടാണ്. അത് എൻ്റെ കണക്കിൽ അത്രയും വേവ് ഉണ്ടാകുന്നുള്ളൊരു സാഹചര്യം പ്രത്യേകിച്ച് സതേൺ ഡിസ്ട്രിക്ട്സിലേക്ക് വന്നാൽ ഇല്ല. നോർത്ത് മലബാറിൽ ഇപ്പോൾ പറഞ്ഞില്ല, മലപ്പുറത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കൂ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ UDF-ന് കേരളത്തിൽ മൊത്തം കൂടിയത് 7,00,000 വോട്ടാണെങ്കിൽ അതിൽ 5 ലക്ഷം വോട്ട് തന്നെ കൂടിയത് മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിലാണ് കൂടിയത്. അതൊരു സിഗ്നിഫിക്കൻറ്റ് നമ്പറാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഒരു വേവ് ലോക്കലൈസ്ഡ് ആയിട്ട് അടിക്കാം, ഈ പറയുന്ന സംസ്ഥാനം മൊത്തമായിട്ട് അടിക്കാം. ലോക്കലൈസ്ഡ് ആയിട്ട് അടിച്ചാലൊന്നും CPM-ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ വളരെ റാഷണൽ ഒബ്സർവേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ 4-ാം തീയതി വരെ നമ്മൾ ജയിച്ചിരിക്കും എന്ന് പറയാൻ ഒന്നും ഞാനില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ റീട്രേറ്റ് ചെയ്യുകയാണ്, അസർട്ട് ചെയ്യുകയാണ്, ഒരു കാരണവശാലും ഒരു നോർമൽ ഗോയിൽ ഒരു കാരണവശാലും CPM തോക്കില്ല. അത് UDF-നും അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.